പറയടാ. ചെറിയ പ്രശ്നമായിട്ടുണ്ട് മുതുകില്. ആണോ? ഞാൻ HF-ന്റെ അടുത്ത് സോറി പറയാൻ പോയപ്പോ HF-ന് കടി. എന്താ പറഞ്ഞ അവന്മാര്? അമ്മാര് ഇവിടെ നിന്നിട്ട് ഒരുമാതിരി തീറ്റകളെന്നൊക്കെ പറയാ നമ്മളെ. എന്തിന്? എന്തിനാ? ഞാൻ സംസാരിക്കട്ടെ പോയി അമ്മാരുടെ അടുത്ത്. എടാ എല്ലാരും ബാക്കിയുള്ളവരും കൂടെ ആടാ മുതുകിലോട്ടോ. കക്കാശി വീട്ടിട്ട് വീട്ടിട്ട് അവന്മാർക്കുള്ള നാളെ കൊടുക്കാം. പോടാ കൊണ്ടേ പോടാ കൊണ്ടേ പോടാ ഇതാരാ ഈ കരയുന്ന ആരാ? കരയുന്ന ആളെ പേരെന്താ? എടാ കരയുന്നവന്റെ പേരെന്താ? നീ കുഞ്ഞു വെക്കാം അവിടെ പോയി കുഞ്ഞിക്കടാ പോയി മുഞ്ചിക്ക് പോതാ. നിനക്കൊക്കെ ഇതിനകത്തുനിന്ന് കൊണ്ടടിക്കാനേ കഴിവുള്ളൂ. നീയൊക്കെ എപ്പോഴൊക്കെ ഇറങ്ങിയിട്ടുണ്ട് അപ്പോഴൊക്കെ പൊഴുത്തിട്ടുണ്ട്. നീ ആലോചിക്കുന്നു. എടാ വാസ്കോ സേഫ് സോഡാണ്, അപ്പൊ പറ്റത്തില്ല പുറത്ത്. ഇപ്പൊ അവന്മാര് പുറത്തിറങ്ങിയാലും ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. കൊണക്കാനേ പറ്റത്തുള്ളൂ. എപ്പോഴൊക്കെ പുറത്തിറങ്ങിയിട്ടുണ്ട് അപ്പോഴൊക്കെ പൊഴുത്തിട്ടുണ്ട്. അതമാര് നോക്കിയാ മതി. ഡെയിലി ഇങ്ങനെ ഒരു ലൈക്ക് വെച്ച് കയറുന്നുണ്ട് എനിക്ക്. ഒരു വട്ടം പൊഴുത്തേണ്ടത് ഡെയിലി ഇങ്ങനെ 2-3 ലൈക്ക് വെച്ച് ഇങ്ങനെ കയറുന്നുണ്ട് ഇടക്കിടക്ക്. എടാ നമ്മളെ കയ്യിലുള്ള ഫോൺ എടുക്കുക, എന്നിട്ട് അതിന്റെ ഇൻസ്റ്റാഗ്രാം എന്ന് പറഞ്ഞ സാധനം ഉണ്ട്, അതിനകത്ത് നോക്കുമ്പോ എനിക്ക് മാലാകെ മാലാകെ എടുത്ത് താങ്ക്സ് പറയാനായിരുന്നു ഞാൻ പോയ സത്യത്തിൽ. എന്താ സിറ്റുവേഷൻ എന്ന് എനിക്ക് എന്തായാലും നന്നായി. യുവമാർക്കല്ലേ സസ്പെൻഷൻ നമ്മളായിട്ട് ട്രിഗർ ചെയ്ത് കൊടുക്കാം നാളെ. അടിച്ചിട്ട് ബാൻ മേടിച്ചിട്ട് വന്ന ചിത്രങ്ങളാ വലിയ മാസത്തില് വീഡിയോ ചിലപ്പോ വീഡിയോ ഒക്കെ ഇറക്കോടാ, അറിയാലോ. അതെ അതെ പേടിക്കണം പേടിക്കണം പേടിക്കണേ. പേടിക്കാം മാലിക്ക് എന്തായാലും പേടിക്കണം. അയ്യോ ഇവിടെ കത്തുന്നുണ്ടോ? എനിക്ക് ഇവിടെ ടെക്സ്ചർ ഒന്നും ലോഡായിട്ട് പോലും. അത് കൂട്ടിയിടണം മറ്റേ വന്നിട്ട് മുക്കാലോളം ഇട്ടിട്ടുണ്ട്. എന്നിട്ട് പ്രശ്നമാണ് എന്റെ PC കത്തി. ഹലോ ഹലോ കേൾക്കുന്നുണ്ടോ? കേക്കാം പറയണം. എല്ലാം മ്യൂട്ട് ചെയ്ത് അവിടെ ഇട്ട്. മനസ്സിലായി മനസ്സിലായി. കേക്കാവോ? ഇവിടെ ഏതോ ഒരു അപ്പാപ്പനെ ഏതോ വിളിച്ചായിരുന്നു. എടാ നമ്മളെ സൈഡിൽ നിന്ന് തെറി വിളിക്കില്ല. ഞാൻ ഇപ്പഴും പറയാ തെറി വിളിക്കില്ല. നമുക്ക് ആളെ ആവശ്യമുണ്ട്. തെറി വിളിച്ച് നീയൊക്കെ ബാന് മേടിച്ച് പോകരുത്. കിച്ചൂസേ കേക്കുന്നുണ്ടോ? നീ മ്യൂട്ടായിട്ട് തന്നെ ഇരിക്കണം. നീ അങ്ങോട്ട് പോകണ്ട കിച്ചൂസ്. ആരാണ് അറിയില്ല. ഈ കൂട്ടത്തിൽ ആരോ ഈ ബ്ലാക്ക് ഡ്രസ് ആണെന്ന് തോന്നുന്നു. പറഞ്ഞേ ഇവിടെ TV മെമ്പർ ഉണ്ടായിരുന്നു, അവനും കേട്ടായിരുന്നു. ഞാൻ വല്ലതൊക്കെ വിളിച്ച് പറയിച്ചു. ഞാനും പറയിക്കും, എനിക്ക് പരിധിയുണ്ട്. പറയുന്നേക്ക് ഇത് നാളെ പറയുന്നതല്ല, നാളെ ഗ്യാങ് ഹൗസിൽ കൊണ്ടുപോയിട്ടേ അവിടെ മുട്ടു തിരിച്ചിട്ട് കൊടുക്കാം. അപ്പാപ്പനൊക്കെ പറയണ്ട എന്താ? നാളെ കേരളത്തിലെ ഈ തീട്ടങ്ങള് ഇവര് എന്ന് കേറട്ടെ. ഇവരിനി എന്ന് കേറിയാലും അന്ന് സിറ്റുവേഷൻ എടുക്കും, അത്രേ ഉള്ളൂ. അപ്പാപ്പൻ എന്ത് പറയിട്ട് ഇന്നത്തെ അപ്പാപ്പന് ഡ്രാഗന്റെ ഒരു ആവശ്യമില്ല. തലേ തൊപ്പിയും മൊണ്ണയെപ്പോഴും നടക്കുന്നതാണ്. കേക്കാവോ?
പറ എന്താണ് നിനക്ക് പറയാനുള്ള എന്താണ്? അപ്പാപ്പൻ ഇപ്പൊ അപ്പുറത്തായി പോയി. എടാ നീ ഇവിടെ പറഞ്ഞോണ്ടെന്ന് കേട്ടോടെന്നതാ. അപ്പാപ്പന്റെ കാര്യത്തിന് നമ്മള് കേറി അപ്പാപ്പനെ പറയുന്നോടെ ചോദിക്കുമ്പോഴേ അവരും വന്ന് ചോദിക്കുക. അതാ അത് എന്തോ പോലെ ഈ എമാരടുത്ത് മാറി വയ്ക്കാൻ പറ, നമുക്ക് സംസാരിക്കാം. നീ അപ്പാപ്പന്റെ ആരും പറഞ്ഞതിനെ ചോപ്പും പച്ചയും കൂടെ ഒരുമിച്ച് കൊട്ടതാങ്ങല്ലേ നീങ്ങിക്കണം. പൈലറ്റ് മൂഞ്ചയിലാണ് നീ. പൈലറ്റ് മൂഞ്ചയില നീയൊക്കെ. അതിനത്രയൊന്നുമില്ലടാ, അതിനത്രയൊന്നുമില്ല. പേരൊന്നും അല്ലല്ലോ നീയൊക്കെ ഒരുമാതിരി ഉണ്ടാക്കി കാണിച്ചോ. ഞാൻ തന്തയ്ക്കൊക്കെ വിളിക്കുമല്ലോ, എനിക്ക് എന്തോ പോലെ. എടാ അടിച്ചു വന്നതല്ല, അല്ലാതെ പൈലറ്റ് വന്നതല്ല. അടിച്ചു വന്നതാ, പൈലറ്റ് വന്നതല്ല. നാളെ ഈ താളം കാണണം, അടിച്ചതിനെയൊക്കെ കറക്കും. മനസ്സിലാണോ? തീട്ടവേ പേടിക്കണം. നീയൊക്കെ നാളെ കേറാ, നാളെ കേറ്. അടിച്ചു വന്നതാ അവിടെ, അല്ലാതെ പൈലറ്റ് വന്നതല്ല. പൈലറ്റ് വന്നതല്ല, അവിടെ അടിച്ചു വന്ന. മനസ്സിലായ? തീട്ടക്കണ്ടി നീ ഏതാ? നിന്നെ ഗ്യാങ്ങായിട്ട് പോലും കൂട്ടിയിട്ടില്ല കേട്ടോ. കണ്ടികള്, വെറും കണ്ടികള്. നീയൊക്കെ ഗ്യാങ്ങാണ് ഇതിന്. നീയൊക്കെ ഗ്യാങ്ങാണ് ഇതിന്. വലിയ വ്യത്യാസമൊന്നുമില്ല കേട്ടോ. ഇവനൊക്കെ ഏതാ? ഇവനെ ഗ്യാങ്ങായിട്ട് പോലും കൂട്ടിയിട്ടില്ല. ആടാ ഹാക്കേഴ്സ് ഇതാ ബേക്കി എഴുതിയേക്കുന്നുണ്ടല്ലേ. കൊണ്ടിട്ടില്ലേ? നീ കൊണ്ടിട്ടില്ലേ? അടികൊണ്ട് മെഴുകിയതല്ലേ. എടാ അടികൊണ്ട് ബുള്ളറ്റ് ഇപ്പോഴും അവിടെ ഇരിക്കല്ലേ, ഉണങ്ങിയിട്ടില്ലല്ലോ. ഇനിയും ഇനി നാളെയും കൊള്ളും. ഇപ്പോഴും പറയാ നാളെ കൊള്ളും നീയൊക്കെ. എടാ ഇത് മൈക്കാണ്. എല്ലാ വാണങ്ങളും എത്തിയോ? കൊള്ളാം വിഷയം. പറയുന്ന ലോകമാണോ? എടാ ഓസി സംസാരിക്കണം. എടാ ഓസി വേണ്ട, ഓസി മാറ്റിക്കും. മറ്റേ ഈ ഫയലെന്ന് പറയത്തില്ല, അതിന് പറയണ്ട. റെഡിയാക്കാവോ? ആ നിങ്ങൾ പിന്നെ അല്ലല്ല, ഇത് നമ്മളായിട്ട് വേറെ എന്തോ സിറ്റുവേഷൻ ആയതാ തുടക്കം. മനസ്സിലായി. ഉമ്മാന്റെ പ്ലാൻ മനസ്സിലായോ? ഉമ്മാന്റെ പ്ലാൻ വേറെ. ഇത് സേഫ് സോൺ ആയിപ്പോയി. നാളെ എന്തായാലും ഉമ്മാർക്ക് ഉള്ളത് കൊടുക്കും. നാളെ മനസ്സിലായോ? ഞങ്ങൾ കൊടുത്തോളാം. നിങ്ങൾ അല്ലടാ അമ്പത്തൂര് ഇത് വേറെ പ്രശ്നമുണ്ട്. എന്ന് വെച്ചാൽ ഇത് അപ്പാപ്പനെ പറഞ്ഞ അത് മാത്രമല്ല, അതിന് മുന്നേ സിറ്റുവേഷൻ ഉണ്ടായിരുന്നു. അത് നാളെ ഇതിപ്പോ സേഫ് സോൺ ആയതുകൊണ്ട് നാളെ എന്തായാലും ഒരു റൗണ്ട് കൊടുക്കുന്നുണ്ട്. മനസ്സിലായി. ഞാൻ എന്റെ അടുത്ത് ഇപ്പൊ കൊണച്ചായിരുന്നു അമ്മ, അത് കൊടുക്കാം. നിങ്ങൾ എന്തായാലും നിങ്ങൾ സിറ്റുവേഷൻ എടുക്കും, ഇല്ലെങ്കിൽ അത് വേറെ സീനാവും. നമ്മൾ എടുക്കുന്നുണ്ട്. ഇന്നിപ്പോ എടുക്കാൻ പറ്റാത്ത അവസ്ഥ എന്ന് വെച്ചാൽ 2 മണി കഴിഞ്ഞില്ലേ, അതുകൊണ്ടാ. അല്ലെങ്കിൽ ഇപ്പൊ തന്നെ കൊടുത്തനായിരുന്നു. ശരി. അടികൊണ്ടാലും മതിയാത്ത തീട്ടങ്ങളല്ലേ ഇത്. അല്ലല്ല വാസ്കോ ഇവരടുത്ത് എന്തായാലും ഇന്നത്തെ ചോദ്യം HF എന്നൊരു ഗ്യാങ് സിറ്റിയിലുണ്ടോ? ഇങ്ങനെ ഒരു ഗ്യാങ് ഉണ്ടോ ചോദിക്കാനും. ഇങ്ങനെ ഒരു ഗ്യാങ് സിറ്റിയിലുണ്ടോ ചോദിക്കാനും പറയാൻ ആളില്ലാത്തൊരു ഗ്യാങ്, കണ്ടവരൊക്കെ ഒന്ന് അടികൊണ്ട് നടക്കുന്ന ഒരു HF എന്നൊരു ഗ്യാങ്. ഇവർക്കുള്ള എന്തായാലും ഫയലിലാരും ഉണ്ടാക്കാൻ വേണ്ടി വന്നേക്കണം. അവന്റെ ഗ്യാങ്ങിന്റെ കാര്യം നോക്കാൻ വയ്യ അവന്. ഓ വരുന്നു വൈ നീ. ആ സേഫ് ആയിട്ട് നിൽക്കതാ വരുന്നു. അവിടെ ഇപ്പൊ ലീവേടാ, ഇപ്പൊ അവിടെ നിന്ന് ലീവേടാ. ഇനി പിടിച്ചോണ്ട് നമ്മളെല്ലാം നാളെ. ഞാനൊരു കാര്യം പറയട്ടോ, കേൾക്കുന്നുണ്ടോ? ഇല്ല നാളെ എടുത്തിട്ട് അലക്കല്ല. അതാ നാളെ മതി. നാളെ HF എന്ന് പറയുന്ന ടാഗ് സിറ്റിയിൽ എവിടെ കണ്ടാലും തല്ലിക്കും. ഒന്നും നാളൊന്നും കേറത്തില്ല കണ്ടോ. കേറണ്ടാ എടാ, ഇവരെന്ന് കേറുന്നോ അന്നൊക്കെ HF തല്ലാനായിട്ട് മാത്രം കേറിയാ മതി. അവർക്ക് സസ്പെൻഷൻ ആണ്, അതൊന്നും നമ്മള് കെയർ ചെയ്യേണ്ട കാര്യമില്ല. ഇവര് കുറച്ചുനേരം തല്ലി പഠിച്ചോ നീയൊക്കെ പ്രാക്ടീസ് ആയിട്ട്. പ്രാക്ടീസിനുള്ളവരും ഇല്ല, ഞാൻ സത്യം പറയാം.
ഇവന്റെ അടുത്തൊക്കെ സംസാരിക്കാൻ വയ്ക്കുകയാണോ ഈ അല്ല അമ്പത്തൂര് സംസാരിക്കട്ടെ, നമ്മളെന്തായാലും ഇനി സംസാരമില്ല. നാളെ വലിച്ചൂരി വിട്ടിട്ട് പോയോ CK മാരി, ഇവനെയാണ് വേണ്ടത്. എൽഫ്രൈ നാളെ എല്ലാ ഗ്യാങ്ങിനടുത്തും അടിപൊളിന്നാ തോന്നുന്നത്. എന്താ അപ്പൊ അടുത്ത ഗ്യാങ്ങായിട്ട് വള്ളി പിടിച്ച് അത് നമുക്ക് നമ്മളെ മാറാം, നമ്മളെ കല്ലി കക്കാശി കക്കാശിമാർ മാലിക്ക കക്കാശി എല്ലാവരും മാറാം. നാളെ മുതൽ അങ്ങോട്ട് ഇത് സമയമുണ്ടല്ലോ, നമ്മളെങ്ങും പോകുന്നില്ലല്ലോ. നാളെ മുതൽ അങ്ങോട്ട് എടാ ഇവിടെ ഇനി അവർക്ക് കളിക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഇവര് കയറി വന്നോട്ടെ. ഇവര് നേരെ ഇവ കളിക്കത്തില്ല. ആ ടാഗ് കളിക്കുന്ന എല്ലാത്തിനും ഏതിനെ കണ്ടാലും ജോണിമാ ഈ കേസ് ഇനി സോൾവ് ഇല്ല. HF ആയിട്ട് ഒരു സോൾവും വേണ്ട. സോൾവിംഗ് ഒന്നും ഇല്ല. യവന്മാരെ നമുക്ക് എവിടെ കണ്ടാലും പിടിച്ചിട്ട് തല്ലി കത്തിച്ച് വിട്ടോണ്ടിരിക്കണം. നാളെ നല്ല രഹസ്യ എപ്പോ കണ്ടാലും തല്ലിക്കും. ഹലോ ദൈവം വന്നായിരുന്നു. ഞാൻ പറഞ്ഞുതരാം, ഇവന്മാരോടെ ഗ്യാങ്ങായി വന്നതിന് ശേഷം വേറെ ഗ്യാങ് കളി സമയത്തൊക്കെ സിറ്റുവേഷൻ എടുക്കുമ്പോൾ ഇവന്മാര് സിറ്റുവേഷൻ തെറ്റിക്കാത്തല്ല തീർക്കുക. സംസാരിക്കാൻ VC-ക്കകത്ത് വിളിക്കും, എടാ തല്ലണ്ട, സിറ്റുവേഷൻ ആക്കണ്ട, നമുക്ക് സംസാരിച്ച് തീർക്കാം. ഇനി സോൾവ് ഇല്ല, ഒരായിട്ട് സോൾവ് ഇല്ല. ഞാൻ അവിടെ കളിച്ചപ്പോഴും അങ്ങനെ തന്നെയായിരുന്നു. VC വിളിക്കുന്നു, എടാ എന്നെ ഇവന്മാര് മറ്റേ OC പറഞ്ഞടാ, ഇനി പറയല്ലേ പറടാ, ഞങ്ങൾ പുതിയ ഗ്യാങ്ങാടാ, ഞങ്ങൾ ആൾക്കാർ മാറിയടാ, എന്റെ ഒക്കെ കരച്ചില് തീട്ടക്കണ്ടി. ആ തീട്ടക്കണ്ടി ഇപ്പൊ ഒന്ന് കൊണക്കുന്ന ഇവിടെ വന്നിട്ട് വയലോട്ട് കളിച്ച് മൂഞ്ചിട്ട് അവന്മാർ ഇവിടെ കൊണക്കുന്ന വെക്കി എന്നിട്ട് അത് നാണം വേണ്ടേ അവർക്കൊന്ന് ഇല്ലല്ല. എടാ നീയൊക്കെ പൊഴുത്തല്ല എന്റെ കൈ കൊണ്ട്, നീയൊക്കെ മറന്നുപോയാ? ചുമ്മാ നീ എടാ പോടാ. നട്ടലുണ്ടെങ്കിൽ നീ നാളെ വേണം, നിനക്ക് നട്ടലുണ്ടെങ്കിൽ നീ നിന്റെ ഗ്യാങ്ങിനോട് എടാ ഇവിടേക്ക് മുതുക്ക് എക്സ്റ്റാറ്റ് CK മാരി കണ്ടില്ല. എടാ ഞാനതിപ്പോഴാ ആലോചിച്ചു. അതാരാ പറഞ്ഞേ? അവനെ കൊണ്ടുപോയി, അവനെ നീയാണോ പറഞ്ഞത്? ഞാൻ HF പറഞ്ഞത്. ഓ സോറിയാ. എടാ 30 സെക്കൻഡ് വാറ് പോലും നിക്കാത്തവന്മാരാ ഈ കൊണയടിക്കാൻ ചിരിപ്പിക്കലിറ്റു. താങ്ക്സ് ഫോർ ദി റെക്കോർഡ് HF. കൊണ കേൾക്കണേ, അതാ തമാശ. സംസാരിച്ചാ കേൾക്കാൻ പറ്റും. പറയണെന്ന് വെച്ചാൽ ഇതിപ്പോ വേറെ തീട്ടങ്ങൾ സംസാരിക്കുമ്പോഴാണ് കേട്ടിരിക്കാൻ പാടുണ്ട്. സത്യം തെറ്റല്ലേ? നീക്ക് ഹാപ്പി അല്ലേ? നാളെ തൊട്ട് തല്ലല്ലേ വെച്ചതിന്. എടാ അവര് ഇന്ന് കേറട്ടെ, എന്ന് കേറിയാലും അന്നൊക്കെ തല്ലും. ഒരു മാസം കാണാൻ പറ്റത്തില്ല. നാറി തെറി വിളിച്ചല്ലേ. എടാ മൈക്ക് അടങ്ങിയിരിക്കടാ നാറി. എടാ മാലാകെ നാറി അടങ്ങിയിരിക്കുന്നു.
ഇതാണോ മാലാഖ ദാ ഈ താഴെ ഇരിക്കുന്നില്ലേ? ഈ മാലാഖ ആരാ? റൈറ്റ് റൈറ്റ് റൈറ്റ്. പിന്നെ TR ഉണ്ട്. കേക്കുന്നില്ല 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 കേക്കുന്നില്ല. പോടാ കരയാണ്ട് പോടാ പോടാ ഇറങ്ങി പോടാ ഇറങ്ങി പോടാ. നല്ല മുന്തിരി വാ പോ. അല്ലെ പിടിക്കാത്ത സാധനം ഇട്ടുണ്ടോ? അപ്പൊ ശരിയാക്കാം നമുക്ക്. കരാൻ പോയതായിരിക്കല്ലേ പാവം. അല്ലല്ല അവൻ എന്തോ കഥ ടൈപ്പ് ചെയ്യാൻ കരയുന്ന കഥ എന്തോ ടൈപ്പ് ചെയ്യാൻ തോന്നുന്നു. ഇപ്പൊ പലതും പറയാല്ലേ, എന്തെങ്കിലുമൊക്കെ പറഞ്ഞു പലതും പറയാലോ. ഇനിയിപ്പോ ഇനി പിടിക്കാത്ത സാധനം കിട്ടുന്ന ഈ ഭാഗത്തോട്ടൊന്നും വരത്തില്ല. ഇറ്റു ഉമ്മാരെ പറയട്ടെ, തല പോണ കേസൊന്നല്ലല്ലോ. തല പോണ കേസൊന്നല്ലല്ലോ. ഇങ്ങനെയാണെങ്കിൽ തല മാത്രമല്ല പലതും പോവും. പലതും ഉള്ളവർക്ക് പോവും, ഇല്ലാത്തവരിങ്ങനെ നിൽക്കും ഇരുന്ന്. നിന്റെ അടുത്ത് ആരെയും പറഞ്ഞ ഇവിടെ എടാ ഈ ഫയലിട്ട് നീയൊക്കെയാണോ ഫയലെന്ന് പറയുന്നേ? റിവീലാവും. ആ റിവീലാക്ക് നീ പോയിരുന്ന ആക്കടാ. ആര് കയറിയെന്ന് ഒന്ന് പോടാ. നീ ഏതാടാ മാറി നിൽക്കടാ സ്കൂളിൽ പോടാ. സ്കൂളിൽ പോ നീ ചെല്ലു പാല് കുടിച്ച് പോയി കിടന്ന് ഉറങ്ങടാ. കണ്ടിച്ചക്ക മാറി നിൽക്കടാ. കണ്ടിച്ചക്ക നാളെ ഞായറാഴ്ച നോക്കിയാ അതാ. എടാ നമ്മളൊന്നിനും പോകുന്നില്ല, ഇങ്ങോട്ട് വരുന്നതാണ്. നമ്മൾ അടങ്ങി നിൽക്കാണ്. എനിക്കും കിട്ടിയടാ, ഞാൻ വിചാരിച്ചു മലര്